ഫാൻസും ഏറെ നാളെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വലിയ സ്വപ്നം ഒടുവിൽ ഇരുളിലേക്ക്. ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും ടീമും കേരളത്തിന്റെ മണ്ണിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലേക്ക് കളിക്കാൻ എത്തുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ ആരാധകരുടെ ആവേശം ആകാശത്തോളമായിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പിനും ആവേശത്തിനും പിന്നിൽ നടന്നിരുന്നത് കായിക പ്രേമികളെ ആകെ ഞെട്ടിക്കുന്ന വൻ ഭരണപരമായ ക്രമക്കേടുകളും അഴിമതി ആരോപണങ്ങളുമാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആ സ്വപ്നത്തിന് പിന്നിൽ സർക്കാർ തലത്തിൽ നടന്ന നടപടികൾ ഗുരുതരമായ ചട്ടലംഘനങ്ങളുടെയും അസാധാരണമായ ഭരണപരമായ ഇടപെടലുകളുടെയും കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ പ്രകാരം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് മുൻ മുഖ്യമന്ത്രി, മുൻ കായിക മന്ത്രി, മുൻ ചീഫ് സെക്രട്ടറി എന്നിവരുടെ നേരിട്ടുള്ള ഇടപെടലുകളും സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗവും ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ റിപ്പോർട്ട് വിജിലൻസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായ നികുതി വകുപ്പ്, മറ്റ് കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ അന്വേഷണവും ശുപാർശ ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുന്ന നടപടികൾ സാധാരണ സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ചല്ല മുന്നോട്ടു പോയത് എന്നതാണ്. സാധാരണയായി ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര കരാറുകൾ ധനവകുപ്പ്, നിയമവകുപ്പ്, മന്ത്രിസഭ തുടങ്ങിയ വിവിധ തലങ്ങളിലെ പരിശോധനകൾക്ക് ശേഷമാണ് അംഗീകരിക്കപ്പെടേണ്ടത്. എന്നാൽ ഈ കേസിൽ ആ നടപടിക്രമങ്ങൾ പലതും ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പകരം മുൻ മുഖ്യമന്ത്രി, മുൻ കായിക മന്ത്രി, മുൻ ചീഫ് സെക്രട്ടറി എന്നിവർ നേരിട്ട് യോഗങ്ങൾ വിളിക്കുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. കായിക മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നാണ് പല നിർദ്ദേശങ്ങളും നോട്ടായി ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ പദ്ധതിയിൽ സർക്കാർ ഒരു സ്വകാര്യ കമ്പനിക്ക് അസാധാരണമായ പിന്തുണ നൽകിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. സ്വകാര്യ കമ്പനി സംഘടിപ്പിക്കേണ്ട പരിപാടിക്ക് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുകയും പൊതുജനങ്ങളിൽ ഇത് സർക്കാർ നേരിട്ട് നടത്തുന്ന അന്താരാഷ്ട്ര പരിപാടിയാണെന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. പിന്നീട് മത്സരം നടക്കാതെ വന്നതോടെ സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്കും പ്രതിച്ഛായയ്ക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു. സ്പോൺസേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലും സുതാര്യത ഇല്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പരിപാടിയുടെ ആകെ ചെലവ് ഏകദേശം 210 കോടി രൂപയായിരുന്നുവെന്ന് കണക്കാക്കിയപ്പോൾ പ്രതീക്ഷിച്ച വരുമാനം വെറും 82 കോടി രൂപ മാത്രമായിരുന്നു. ഏകദേശം 128 കോടി രൂപയുടെ സാമ്പത്തിക വിടവ് ഉണ്ടായിട്ടും ധനവകുപ്പിന്റെ വിശദമായ മുൻകൂർ പരിശോധന നടക്കാതെ സ്വകാര്യ സ്പോൺസർഷിപ്പ് മാതൃക സ്വീകരിച്ചതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗുരുതര വീഴ്ച. സ്പോൺസർമാരുടെ സാമ്പത്തിക ശേഷിയും ധനസ്രോതസ്സുകളും ആവശ്യമായ രീതിയിൽ പരിശോധിച്ചില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മനോരമ ഓൺലൈൻ റിപ്പോർട്ട് പ്രകാരം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ലഭിച്ച രേഖയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ പരാമർശവും ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാരിന്റെ പേരിൽ ലഭിച്ച രേഖ നിയമപരമായി ബാധകമായ അന്തിമ കരാറോ ഔദ്യോഗിക മത്സര സ്ഥിരീകരണമോ ആയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ. അതൊരു പ്രചരണ ബ്രോഷറിനോ സമാന രേഖക്കോ തുല്യമായിരുന്നുവെന്നും അതിനെ അന്തിമ അനുമതിയായി കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിച്ചത് ഗുരുതരമായ ഭരണപരമായ പിഴവാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഫിഫയുടെ അനുമതിയോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മത്സരാനുമതിയോ ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന നിയമപരമായ കരാറോ ഫയലുകളിൽ ഇല്ലാതിരുന്നിട്ടും കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക കത്തുകൾ അയച്ചത് ചട്ടവിരുദ്ധമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ നാണയ ഇടപാടുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും ഏറെ ഗൗരവമുള്ളതാണ്. ടൂർപ്രോട്ട് എന്റർ LLC എന്ന വിദേശ കമ്പനിക്ക് 15 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വിദേശ വിനിമയത്തിന് അനുമതി നൽകിയതിൽ ആവശ്യമായ പരിശോധനകൾ നടത്തിയില്ല എന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു കണ്ടെത്തൽ. പിന്നീട് മത്സരം നടത്താതിരിക്കുകയും ബന്ധപ്പെട്ട കമ്പനിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. വിദേശ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നതും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇതോടൊപ്പം നികുതി സംബന്ധമായ കാര്യങ്ങൾ ആദായ നികുതി വകുപ്പും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസും പരിശോധിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. സ്വർണ്ണവെള്ളി വ്യാപാരികളിൽ നിന്ന് സമാഹരിച്ച സ്പോൺസർഷിപ്പ് ഫണ്ടിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്നും പദ്ധതി അവതരിപ്പിച്ച കമ്പനികളുടെ മൂലധന ഘടനയും സാമ്പത്തിക സ്രോതസ്സുകളും രജിസ്ട്രാർ ഓഫ് കമ്പനീസും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആവശ്യമെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇടപെടണമെന്നും ശുപാർശയുണ്ട്. പണമിടപാടിൽ പങ്കെടുത്തതായി പറയുന്ന ഒരു കമ്പനിക്കെതിരെ അമേരിക്കയിൽ ഫെഡറൽ അന്വേഷണ ഏജൻസിയായ FBI അന്വേഷണം നേരിടുന്ന സാഹചര്യം കൂടി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കലൂർ സ്റ്റേഡിയം സ്വകാര്യ സ്പോൺസർമാർക്ക് കൈമാറിയ രീതിയും അന്വേഷണ റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. മത്സരം നടക്കുമെന്ന അന്തിമ സ്ഥിരീകരണം ഇല്ലാതിരുന്നിട്ടും സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി കൈമാറുകയും സുരക്ഷാ നിക്ഷേപം, വാടക, മറ്റു ചാർജുകൾ, നികുതി എന്നിവയിൽ ഇളവുകൾ അനുവദിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇതിലൂടെ സ്വകാര്യ കമ്പനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും GCDAക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ഭരണപരമായ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു. മുൻ മുഖ്യമന്ത്രി, മുൻ കായിക മന്ത്രി, മുൻ ചീഫ് സെക്രട്ടറി എന്നിവർ നേരിട്ട് തീരുമാനങ്ങൾ എടുത്തതായും ചട്ടങ്ങൾ പാലിക്കപ്പെട്ടുവെന്ന ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സെക്രട്ടേറിയറ്റിലെ സാധാരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകിയില്ല എന്നും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ മുന്നോട്ട് പോയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളും സമഗ്രമായി പരിശോധിക്കുന്നതുവരെ സർക്കാർ ഭാഗത്തു നിന്ന് കൂടുതൽ ഔദ്യോഗിക ആശയവിനിമയങ്ങൾ ഒഴിവാക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു.
സർക്കാർ ഇതിനകം നൽകിയിട്ടുള്ള രേഖകളോ കത്തുകളോ നിയമപരമായ ബാധ്യതകൾ സൃഷ്ടിക്കാൻ സാധ്യത ഉള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ എത്തിക്കാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമായില്ല എന്നതിലുപരി അതിനു മുന്നിൽ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ നിയമപരമായ ചർച്ചയായി മാറിയിരിക്കുന്നത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിവെക്കപ്പെടുകയാണെങ്കിൽ ഇതൊരു കായിക പരിപാടിയുടെ പരാജയം മാത്രമല്ല, സർക്കാർ നടപടിക്രമങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഭരണ ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന സംഭവമായി തന്നെ ഇത് മാറും. ഇനി വിജിലൻസ്, ED, ആദായനികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുമോ എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക എന്നും ആയിരിക്കും സംസ്ഥാന രാഷ്ട്രീയവും ഭരണ സംവിധാനവും ഉറ്റുനോക്കുന്നത്.